ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അബുദാബിയിലാണ്. അബുദാബിയിൽ വളരെ വർഷങ്ങളായി വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ് ഫ്രണ്ട്സ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം LLC. ഫ്രണ്ട്സ് സ്റ്റീലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ CK രാമൻ സാറാണ് നമ്മുടെ അതിഥി. അദ്ദേഹം കാസർഗോഡ് നിന്നാണ് വരവ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ആദ്യം തന്നെ താങ്കൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നാണ് താങ്കളുടെ വരവ്. ഇപ്പോൾ ഫ്രണ്ട്സ് സ്റ്റീൽ എന്ന സ്ഥാപനം UAE അബുദാബിയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറയാം. ശരിക്കും ഞാൻ ബോംബെയിൽ വന്നിട്ട് 69 ഞാൻ ബോംബെയിൽ വന്നതാണ്. 69 മുതൽ 79 വരെ ബോംബെയിൽ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ. അവിടുന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഗൾഫിലായിരുന്നു കൂടുതലും. അങ്ങനെ എനിക്ക് ഗൾഫിൽ വരണമെന്നൊരു ആഗ്രഹം. അങ്ങനെ കുറേ കമ്പനികളിലൊക്കെ ഞാൻ കയറി ഇറങ്ങി ഇൻ്റർവ്യൂ മുതലെല്ലാം കഴിഞ്ഞു. അവിടെ കിട്ടാത്ത സമയത്ത് നമ്മളൊരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തിട്ടാകുമ്പോൾ മൂപ്പര് എനിക്കൊരു ഫ്രീ വിസ അയച്ചു തന്നു. അങ്ങനെ ഞാൻ 79 ഞാൻ ഗൾഫിലേക്ക് വന്നു. 79 ഗൾഫ് വന്ന് ഷാർജയിലൊക്കെയാണ് ആദ്യം വന്നത്. 2 ദിവസം ഞാൻ ഷാർജയിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചു. അതിന് ശേഷം എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു അബുദാബിയിൽ. അങ്ങനെ അവൻ വിളിച്ചിട്ട് ആ സുഹൃത്തിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ആരും സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യവും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ളത് കാരണം ഞാൻ പല കമ്പനിയിലും കയറി ഇറങ്ങി. അല്ല സാർ, അപ്പോൾ ഏത് ജോലിയായിരുന്നു? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ശരിക്കും. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് ഭയങ്കര കഷ്ടപ്പെട്ടു. കുറേ കയറി ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവിടെ മുസ്തഫയിൽ നടന്ന് ഞാൻ ഒരു ടാക്സിയിൽ വന്നു. ടാക്സിയിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. അത് ഏത് വർഷമായി? അത് 79 ഏകദേശം ജൂണിലായിരിക്കും അത്. ഓക്കെ. എൻ്റെ ബോംബെയിലത്തെ എക്സ്പീരിയൻസ് കംപ്ലീറ്റും മെഷീൻ ഷോപ്പിലും പിന്നെ പമ്പിൻ്റെ വളവിൻ്റെയൊക്കെ കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം ഈ ഇൻ്റർവ്യൂടെ നടന്നത് ഒരു പമ്പിൻ്റെ പിന്നെ ഓപ്പറേഷൻ മുതലും ചെയ്യുന്ന ഒരു കമ്പനിയിലായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് അത് ലേബറിൻ്റെ ജോലിയാണ്, പമ്പ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിന് ഇഷ്ടപ്പെടാത്ത കാരണം അവിടെ നിന്ന് വിട്ടു. ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഒരു സേഫി അലൂമിനിയം എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു ഞാൻ. സേഫി അലൂമിനിയം. ആ അലൂമിനിയം കമ്പനിയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അത് ഇന്ത്യക്കാരൻ്റെ ആണ്. പക്ഷേ നൈറോബിയിലെ ആൾക്കാരെ, സിറ്റിസൺ നൈറോബി. ഓക്കെ. അങ്ങനെ അവിടെ കയറി ഇറങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റ് അതെല്ലാം കണ്ടിട്ടാകുമ്പം അവർ കുറച്ച് ഡ്രോയിങ് മുതൽ വരക്കാൻ തന്നു എനിക്ക്. എനിക്ക് ഡ്രോയിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഡ്രോയിങ്ങിൽ വരച്ച് കാണിച്ചപ്പം അവർ അപ്പോയിൻമെൻറ്റ് തന്നു. 1500 രൂപ സാലറി അന്ന്, അന്നത്തെ 79. അപ്പോൾ നല്ല സാലറി അന്നത്തെ. ഓക്കെ. അങ്ങനെ അവരുടെ ഓഫീസിൽ അബുദാബിയിലായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ ഒന്നിച്ച് ഞാൻ അബുദാബിയിൽ പോയി. ഓഫീസിലേക്ക് ആയിരുന്നു. എനിക്ക് വേണ്ടുന്ന സാധനവും അതുപോലെ ഓഫീസും എല്ലാം സെറ്റപ്പെല്ലാം ചെയ്ത് അവിടെ ഞാൻ ഒരു 3 മാസം ജോലി ചെയ്തു. 3 മാസം ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ലേബർ ചെക്കിങ് വന്നു. ലേബർ ചെക്കിങ് വന്നിട്ട് ലേബറിൽ ഞാൻ കുടുങ്ങി. ലേബർ കൊണ്ടുപോയിട്ട് ജയിലടച്ച്. അങ്ങനെ ഞാൻ 7 ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊക്കെ എല്ലാം വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. സാർ, അതിനുശേഷം എങ്ങനെയായിരുന്നു ഈ ഒരു ഫ്രണ്ട്സ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം? അവർക്ക് പ്രൊജക്റ്റ് കിട്ടി ബഹ്റിനിലേക്ക്. ആ ബഹ്റിൽ പോയിട്ട് ആ ബഹ്റിൽ വലിയൊരു പ്രൊജക്റ്റായിരുന്നു. ആ പ്രൊജക്റ്റ് ഞാൻ തനിച്ചെല്ലാം തീർത്ത്. അത് ഏകദേശം 3-4 മില്യൻ്റെ വർക്കായിരുന്നു അന്നത്തെ. ആ വർക്കൊക്കെ തീർത്ത് അതൊക്കെ സാറ്റിസ്ഫൈ ആയി തന്നെ. അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് അയക്കാമെന്ന് തീരുമാനമെടുത്തു. അവർ പിന്നെ അളിയന്മാർ തമ്മിലെ ഒരു കമ്പനിയായിരുന്നു അത്. അവർ തമ്മിലെന്ന് ഉടച്ചിട്ട് പിന്നെ അത് കമ്പനി ക്ലോസ് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷം ഞാൻ അഡ്വർടൈസ്മെൻറ്റ് എല്ലാം കൊടുത്തിട്ട് ഒരു അൽക്കത്തീബ് എന്ന് പറഞ്ഞൊരു സ്റ്റീൽ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അവിടെ വർക്ക് ചെയ്തപ്പം എനിക്ക് എല്ലാ ലൈനിലും എക്സ്പീരിയൻസ് ഉണ്ട്. ഫാബ്രിക്കേഷൻ, മെഷീൻ ഷോപ്പ്, ഫൗണ്ടറി, പിന്നെ എൻജിൻ്റെ വർക്ക്, ഇതെല്ലാം എക്സ്പീരിയൻസ് ഇല്ല. കാരണം
എല്ലാ ലൈനും ഞാനായിരുന്നു നോക്കുന്നത്. അപ്പം എനിക്ക് ലീവിൽ കിട്ടുന്നില്ല. അങ്ങനെ 2.5 വർഷം കഴിഞ്ഞ് ഞാൻ ലീവിൽ പോയി വന്നിട്ട് പിന്നെ അവർക്ക് നല്ല സെറ്റപ്പ് മുതൽ തന്നു. പക്ഷേ വർക്ക് ചെയ്യുന്നത് 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ജോലി ചെയ്യണം ഒരു ദിവസം. അപ്പം എനിക്കിത് ഞാൻ തുടർന്ന് പോകാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെറിയൊരു സെറ്റപ്പെല്ലാം ചെയ്തിട്ട് അളിയനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ നമ്മളെ ഭാര്യൻ്റെ ആളിനെ കൊണ്ടുവന്നിട്ട് അവനെ അവിടെ നിർത്തി, ഞാനിവിടെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി. എന്നിട്ട് അവിടത്തേക്ക് ഓഫീസിൽ വന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു 94 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സാർ, എങ്ങനെയാണ് ഫ്രണ്ട്സ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കൂടുതൽ ക്ലയൻസുകൾ ഏതൊക്കെ മേഖലകളാണ്, നമ്മുടെ പ്രവർത്തന രീതികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റി, അതിനെക്കുറിച്ചൊന്ന് വിശദം. പ്ലാന്റിൻ്റെ വർക്കാണ് ആദ്യം ചെയ്തിരുന്നത്. പ്ലാന്റ് ഇറക്ഷൻ, ഫാബ്രിക്കേഷൻ ആൻഡ് ഇറക്ഷൻ. അത് തവീല, ഉമ്മൽനർ, പിന്നെ ഫുജേറ ഇന്ന സ്ഥലത്തായിരുന്നു. ACCയുടെ വർക്കാണ് കൂടുതൽ ചെയ്തത് അന്ന്. AC എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി അവിടുത്തെ. പിന്നെ ഇപ്പോഴായിട്ട് ഞാൻ മെയിൻ ജോലി ചെയ്യുന്നുള്ളത് ഒന്ന് ഇത്തിസലാത്തിൻ്റെ മെയിൻ, രണ്ടാമത് കാരിഫോർ. ഇവിടുത്തെ കംപ്ലീറ്റ് 4-5 ഔട്ട്ലെറ്റിൻ്റെ വർക്കെല്ലാം ഞാനാണ് ചെയ്യുന്നത്. സ്റ്റീൽ വർക്ക്. ഇത്തിസലാത്തിൻ്റെ EFMൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ടവറിൻ്റെ ഇപ്പോഴും മെയിനായിട്ട് ഈ 2 കമ്പനിയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ചെറിയ ചെറിയ കമ്പനിയൊക്കെ വേറെ ജോലി ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. ഫാബ്രിക്കേഷൻ്റെ ടാങ്കിൻ്റെയും അതൊക്കെ ചെയ്യാറുണ്ട്. ഒരു നുബ്ല ടണലിങ് കമ്പനി ഉണ്ട്, അവരുടെ ടാങ്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു നല്ല രീതിയിലാണ് എപ്പോഴും മോശമില്ലാത്ത തരത്തിൽ പോകുന്നു. സാർ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനേക്കാൾ ഉപരി ഒരു എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാവണം താങ്കൾക്ക് ഒരുപക്ഷെ നമുക്കറിയാൻ സാധിക്കുന്നത് വളരെ വർഷങ്ങളായി തന്നെ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചുള്ള വ്രതം താങ്കൾ 30 ദിവസം നോക്കാറുണ്ട് എന്നുള്ള കാര്യം വലിയ കാര്യമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു വ്രതം നോക്കുന്നത്? ഒരു ഇസ്ലാം അനുഷ്ഠിക്കുന്ന രീതിയിലുള്ള ഒരു വ്രതം നോക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ അൽക്കത്തീബ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അത് 150 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അത് പലസ്തീനി കമ്പനിയാണ്. അതിൽ 90% മുസ്ലിംസാണ്. അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സും കംപ്ലീറ്റ് മുസ്ലിംസാണ്. അവർ ഈ റംസാൻ മാസം വ്രതം എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മാത്രം ഇങ്ങനെ എടുക്കാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് അവരൊന്ന് ചൂണ്ടിട്ട് ഞാൻ വ്രതം എടുക്കും വന്ന്. അത് ഒരു 20 വർഷം മുമ്പേ. അതിൻ്റെ ശേഷം പിന്നെ അപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടപ്പോൾ ഇപ്പം നമ്മളെ കമ്പനിയിൽ 2-3 ആൾക്കാരുണ്ട്. അവർ ബംഗാളികളാണ്. അവർ വ്രതം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി എനിക്കും ഒന്ന് വ്രതം എടുക്കാമെന്ന്. പിന്നെ എനിക്കൊരു പ്രയാസമൊന്നുമില്ല വ്രതം എടുക്കുന്നതിൽ. ഒരു പ്രയാസമില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിലുള്ളപ്പം ഇത് ചെയ്യാറുണ്ടോ, അതോ റംസാൻ ടൈം കൂടുതൽ സമയം ഇവിടെ തന്നെയാണോ ഉള്ളത്? റംസാൻ സമയത്ത് ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാവുക. കഴിഞ്ഞ തവണ മാത്രം എൻ്റെ 3 നോമ്പൊക്കെ പോയിരുന്നു. നാട്ടിലെത്തി 27 നോമ്പെടുത്ത് നാട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല 3. സാർ, ഇപ്പോൾ ഈ ഫ്രണ്ട്സ് സ്റ്റീൽ എന്ന താങ്കളുടെ കമ്പനിക്ക് ഉള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഡ്രോയിങ്ങിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിസൈൻ ചെയ്യാൻ നോക്കും എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ അതിന് ആ ഡിസൈനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിക്കാൻ വേണ്ടി നോക്കും. അപ്പം ഈ കൂടുതൽ ആൾക്കാർ ഇപ്പം മിത്സലാത്തിലായാലും ഇപ്പോൾ കാരിഫോറിലായാലും നമുക്ക് എന്തെങ്കിലും ഇതൊന്നും ചെയ്തു തരണമെന്നേ പറയുള്ളൂ. അത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ കടമയാണ്. അത് ഡിസൈൻ ചെയ്ത് ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, അത് അപ്രൂവലിന് കൊടുക്കണം. അത് മിക്കവാറും ഇതിപ്പോൾ ഞാൻ ചെറിയൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് തന്നെ ഞാൻ ഡ്രോയിങ് ഇല്ലാണ്ട് ഒരു സാധനം ഉണ്ടാക്കില്ല. ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് അപ്രൂവൽ എടുത്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം കുറവാണ്. അപ്പം അത് കാരണം ഒരു തവണ എനിക്ക് ജോലി തന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എന്നെ തന്നെ വിളിക്കുന്നതിന് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഷുവറാണ്, അത് സംശയമൊന്നുമില്ല. അപ്പോൾ ഇസ്ലാത്തിൻ്റെ മിക്കതും ഈ ടവറിൻ്റെ അതും ഇതൊക്കെ കുറേയൊക്കെ ഞാൻ സ്വന്തം തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വിളിച്ചിട്ട് എനിക്ക് ഇന്ന് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി തരണം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. സ്ട്രക്ചറിന് അപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സ്കെച്ചർ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ആകും. ഒരു സാമ്പിൾ ഉണ്ടാക്കും, സാറ്റിസ്ഫൈ ആകും. അപ്പം 1000-500 ഓർഡർ ഉണ്ടാവും. അത് മിക്കവാറും എല്ലാം അങ്ങനെയാണ്. അതെ സാർ, ഇനിയിപ്പോൾ കുടുംബത്തെക്കുറിച്ചൊന്ന് അറിയുകയാണെങ്കിൽ ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത്, അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയും. എനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്തത് ആണാണ്. അവൻ എൻ്റെ ഒന്നിച്ചിവിടെ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് പെണ്ണാണ്. അവൾ പോളിടെക്നിക്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിൽ. പിന്നെ ഇളയത് മകളാണ്. അവളിപ്പോൾ NMCയിൽ ജോലി ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ. പിന്നെ മകൻ ഇപ്പോൾ നാട്ടിലാണുള്ളത്. വീട്ടിൽ വൈഫും പിന്നെ ഒരു സർവൻ്റുണ്ട്. കുറച്ച് പ്രോപ്പർട്ടി മുതലെല്ലാം കൊണ്ട് വൈഫ് അതൊക്കെ നോക്കും. അതല്ലേ
ചില ലീവിലും ചില വെക്കേഷനിലും കൊണ്ട് വരാറുണ്ട്. മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാട്ടിൽ തന്നെയാണ്. സാർ, ഇനി സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം പ്രവാസി ജീവിതമായിരുന്നു. അപ്പം ഞാനൊരു 65 വയസ്സാകുമ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് നാട്ടിൽ പോകണം, പോയിട്ട് വീട്ട് കുടുംബകാര്യവും ബാക്കി കൃഷിക്കാര്യവും ഇതൊക്കെ നോക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഏതായാലും ഇതുവരെയായി മകൻ്റെ 69ാമത്തെ വയസ്സ്. അപ്പം മിക്കവാറും 1-2 വർഷത്തിനകത്ത് ഞാൻ വിട്ടു പോയിട്ട് കൃഷിക്കാര്യമോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഉദ്ദേശമാണ് ഉള്ളതിപ്പം. സാർ, ഇനിയിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുന്ന പുതിയ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് താങ്കൾ കൊടുക്കാനുള്ള നിർദ്ദേശം എത്രമാത്രം ഗുണകരമാണ് UAE-യിലെ സാഹചര്യം ബിസിനസ്സിന് എന്നൊന്ന് വിശദമാക്കാം? നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന് പറ്റിയ സ്ഥലം UAE തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. നാട്ടിൽ ഞാൻ ചെറിയൊരു ബിസിനസ് മുമ്പേ തുടങ്ങിയതാണ്. അത് 1 വർഷത്തിനകത്ത് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ലേബർ പ്രോബ്ലം പിന്നെ മറ്റുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഗവൺമെൻറ് ടാക്സോ കാര്യമോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം നമ്മൾക്ക് എന്താ വരുമാനമുള്ളത് അത് നമ്മളെ പോക്കറ്റിലേക്ക് വരും, പ്രശ്നമൊന്നുമില്ല. പിന്നെ സാലറിയും അതുമൊക്കെ സമയത്തിന് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ശരിക്കും കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിന് പറ്റിയ സ്ഥലം അവിടെ. സാറിൻ്റെ ജീവിതത്തിൽ ഒരു രസകരമായ സംഭവം നടന്നിട്ടുണ്ട്. സാറിൻ്റെ പേര് C. കുഞ്ഞിരാമൻ എന്നാണ് അല്ലേ? അപ്പോൾ അത് വന്നിട്ട് C. കുഞ്ഞി റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു ഒന്ന് പറയാം? ഒരു തവണ ലേബർ പ്രശ്നത്തിൽ ഞാൻ മുടിക്കുന്നു പറഞ്ഞില്ലേ, അത് ജയിലിൽ ഞാൻ അന്ന് മക്താ ബ്രിഡ്ജില്ല, അന്ന് മക്താ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ജയിൽ. അന്ന് മരുഭൂമിയായിരുന്നു. ഈ ലാൻഡ് റോവറിലാണ് അവിടെ കൊണ്ടുപോവുക. 7 ദിവസം ഞാൻ അവിടെ കിടന്ന് അവിടെ നിന്ന് പിന്നെ ഔട്ടർ ജയിലിൽ ഷാർജയിൽ കൊണ്ടുപോയി. ഷാർജയിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ ഞാൻ വന്നിട്ട് അത്രേ 4-5 മാസമേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം കൂട്ടിയിട്ട് എങ്ങനെയും ഇറക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോക്കൽ അറബീനെ സമീപിച്ച് എന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് അറബി വരുമ്പോഴത്തേക്ക് അവിടെ പേര് ഇവിടെ ഇല്ല, കുഞ്ഞിരാമൻ എന്നില്ല പേര്. അവിടെ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞി റഹ്മാനായി. അങ്ങനെ അറബ് വന്നിട്ട് കുഞ്ഞി റഹ്മാൻ എന്ന് വന്നിട്ട് വിളിച്ചു പറഞ്ഞു. ആരും കുഞ്ഞി റഹ്മാൻ കാണുന്നില്ല. അങ്ങനെ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് ജയിലിൻ്റെ അകത്ത് വന്നിട്ട് പാസ്പോർട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിച്ച് കുഞ്ഞി റഹ്മാൻ. അപ്പോൾ എല്ലാവരും നോക്കുമ്പം അതിന് ഫോട്ടോ കണ്ടിട്ട് ഞാനാണ് കുഞ്ഞി റഹ്മാൻ എനിക്ക് മനസ്സിലായി. സാർ, എന്തായാലും ഇത്രയും സമയം CK രാമൻ എന്ന് പറയുന്ന താങ്കളുടെ വ്യക്തിജീവിതത്തിലൂടെയും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം വർക്ക്ഷോപ്പിൻ്റെയും ആ കമ്പനിയുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ ആധികാരികമായി പങ്കുവച്ചു. സാറിൻ്റെ ഈ ഒരു ജീവിത വിജയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാറിൻ്റെ കമ്മിറ്റ്മെൻറ്റും സിൻസിയറിറ്റിയും ഒക്കെ കൊണ്ട് തന്നെയാണ്. ഇത്രയും സമയം ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു.